തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച എൽഡിഎഫ് സിപിഐഎമ്മിലെ സിപി കാർത്തിക പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 3 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്. വിശദാംശങ്ങൾ വിജിൻ വായന്തോട് നൽകും. വിജിൻ, കോൺഗ്രസിൽ നിന്നും സിപിഐഎം പെരിങ്ങമല പഞ്ചായത്ത് തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പെരിങ്ങമല പഞ്ചായത്ത് ആയിട്ടുള്ള പാലോട് രവിയും ഇത്തരത്തിലൊരു രാജ്യഭീഷണി മുഴക്കിയ സാഹചര്യവുമുണ്ടല്ലോ. തീർച്ചയായും ആതിര, ഈ നെടുമങ്ങാടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് തന്നെ പറയാം. ആ പഞ്ചായത്ത് ഭരണമാണ് സിപിഎമ്മിന് നേരത്തെ നഷ്ടമായിരുന്നത്. അത് ഇപ്പോൾ സിപിഐഎം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വലിയ വിവാദം ഉണ്ടാവുകയും പാലോട് രവി DCC പ്രസിഡന്റ് ഉൾപ്പെടെ രാജ്യഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 3 UDF അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 UDF അംഗങ്ങൾ രാജിവെച്ചതോടെ ഇവിടെയാണ് ഇപ്പോൾ LDF ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സിപിഐഎമ്മിലെ CP കാർത്തികയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഷിനു മടത്തുര ആയിരുന്നു നേരത്തെ UDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം കോൺഗ്രസ് DCC അംഗം ഉൾപ്പെടെയായിരുന്നു. ഇവർ ഉൾപ്പെടെയുള്ള 3 പേരാണ് രാജിവെച്ചത്. ഷിനു മടത്തുര, ഒപ്പം തന്നെ അൻസാരി കലേപുരം, M ഷഹനാസ് എന്നിവരാണ് രാജിവെച്ചിരുന്നത്. ഇവർ നേരത്തെ CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. വി ജോയി ഉൾപ്പെടെയുള്ളവർ ഇവരെ സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ വലിയ പൊതുയോഗം സംഘടിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നേതൃത്വം നൽകി ഇവരുൾപ്പെടെയുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം നടന്ന പഞ്ചായത്ത് യോഗത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും CPIഎമ്മിലെ CP കാർത്തിക പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ CPM ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. പൊന്മുടി ഉൾപ്പെടുന്ന തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് ഈ പെരിങ്ങമല എന്ന് പറയുന്നത്. അവിടുത്തെ SC/ST റിസർവേഷൻ സീറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ റിസർവേഷൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഷിനു മടത്തുര. അതിനുശേഷം വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഒക്കെ ഉണ്ടാവുകയും കോൺഗ്രസിലെ പടലപ്പിണക്കവും ഒപ്പം തന്നെ നേതാക്കൾക്കെതിരെ അവിടുത്തെ പ്രവർത്തകരും അനുയായികൾ ഉൾപ്പെടെയുള്ളവർ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് വീണ്ടും ഷിനു മടത്തുര ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പഞ്ചായത്ത് അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് CPIഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതോടുകൂടിയാണ് പഞ്ചായത്തിൽ UDFിൻ്റെ മേൽക്കൈ നഷ്ടപ്പെടുന്നത്. നേരത്തെ 6 സീറ്റായിരുന്നു UDFിനുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു ലീഗ് അംഗം, 3 സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ ഭൂരിപക്ഷത്തിലാണ് UDF ഭരണം കൈയാളിയിരുന്നത്. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും പഞ്ചായത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അന്ന് CPIഎമ്മിന് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഒരംഗം CPIക്കും ലീഗിന് ഒരംഗവും, അങ്ങനെയുള്ള ആ കണക്കാണ് ഉണ്ടായിരുന്നത്. ആധിപത്യം അപ്പോഴും LDFിന് തന്നെയായിരുന്നു. 3 സ്വതന്ത്രരുടെ അംഗബലത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഭരണം UDF പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 അംഗങ്ങൾക്ക് പുറമെ 3 സ്വതന്ത്രരുടെ പിന്തുണ കൂടി LDFിന് ഉണ്ട്. ആ അംഗത്വത്തിൻ്റെ കൂടി അംഗബലത്തിലാണ് ഇപ്പോൾ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം LDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വിജയൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചതോടെയാണ് UDFിന്റെ ഭരണം നഷ്ടമാകുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു രാജിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ അവിടുത്തെ ഒരു ഭരണസമിതി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അതിനായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോൺഗ്രസിൽ പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കാണ് കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് പ്രകടവുമാണ്. അതിനിടയിലാണ് പല തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFിന് സീറ്റുകൾ നഷ്ടമാവുകയും LDF അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് തന്നെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ UDFിന് ഈ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 3 പേർ രാജിവെക്കുകയും ഒപ്പം തന്നെ സ്വതന്ത്ര അംഗങ്ങൾ 3 പേരുടെ പിന്തുണ കൂടി നേടുകയും ചെയ്തതോടുകൂടി ഈ UDF ഭരണം ഇല്ലാതാകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് യോഗത്തിൽ നടന്ന വോട്ടെടുപ്പിലാണ് ഇപ്പോൾ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത്. CP കാർത്തികയാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്
പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്വതന്ത്രരുടെയും ഒപ്പം തന്നെ CPIഎമ്മിലെ 6 അംഗങ്ങളുടെയും ഉൾപ്പെടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ LDFന് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കും DCC പ്രസിഡന്റിന് തന്നെ പഞ്ചായത്തിൽ പോലും സംഘടനയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ DCC പ്രസിഡന്റ് പാലോട് രവിക്ക് ഉൾപ്പെടെ കഴിയുന്നില്ല എന്ന വിമർശനമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പാലോട് രവിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തു. അതിന് ശേഷമാണ് പാലോട് രവി പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷന് രാജി സമർപ്പിക്കുകയും രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് KPCC നേതൃത്വം രാജി സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷം ഏത് രീതിയിലാണ് ഈ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തിരുന്നു പാലോട് രവി. പിന്നീട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും UDFന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അവിടുത്തെ എല്ലാം DCC പ്രസിഡന്റുമാർ രാജിവെക്കുമോ എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയിൽ DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരായി വലിയ തരത്തിലുള്ള വിമർശനവും ഈ പുനഃസംഘടനയിൽ ഉൾപ്പെടെ തൻ്റെ അടുപ്പക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തിയെന്നതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ആരോപണവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുന്നത്. അതിനുശേഷമായിരുന്നു DCC പ്രസിഡന്റ് പാലോട് രവി ഒരു രാജിനാടകം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പാർട്ടിയിൽ തൻ്റെ പദവി നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ വീണ്ടും DCC പ്രസിഡന്റായി പാലോട് രവിയെ തന്നെ നിയോഗിക്കുകയും രാജി തള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് KPCC നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു. എന്തായാലും വലിയ തിരിച്ചടിയാണ് ഈ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടപ്പെട്ടതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ CPIഎമ്മിലെ CP കാർത്തിക LDFന് ഭരണ തുടർച്ച ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.